ഷീബ ലാൽ കൗൺസിലർ. നമസ്കാരം. നമസ്കാരം. ഗുഡ് ഈവനിങ്. 5 വർഷം എന്നല്ല 10 വർഷം എന്ന് പറയണം. എന്തായാലും ഈ 5 വർഷത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല സ്റ്റാൻഡിങ് കമ്മിറ്റി എന്നൊക്കെ ഉള്ള ഒരു സംഭവത്തിലോട്ടൊക്കെ വന്നൊരു കൗൺസിൽ അംഗം കൂടിയാണ് ഈ പ്രാവശ്യം. അതെ, ഈ പ്രാവശ്യം നമ്മുടെ ഡിവിഷന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാമോ? കൗൺസിലർ എന്നത് ഒരു ഭാഗമായിട്ട് തുടർച്ച എന്ന നിലയിൽ 27-ൽ 5 വർഷം നിന്നു. അത് തുടക്കക്കാരത്തിയായിരുന്നു. അതിനുശേഷം തൊട്ട് ഒരു വഴിയുടെ അപ്പുറം ഇപ്പുറമാണ് 26 കൂടെ. എല്ലാവരും അറിയുന്ന ആളുകൾ തന്നെയാണ്. ആ സമയത്ത് ഭരണ സമിതിയിലെ അംഗമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോട്ട് പോയി. അത്യാവശ്യം വളരെ നല്ല ഡിവിഷനാണ് 26. നസ്രത്ത് എന്നാണ് ഡിവിഷൻ്റെ പേര്. വളരെ ഭംഗിയായിട്ട് പോകുന്ന സാധാരണക്കാർ, ഏറ്റവും കൂടുതൽ സാധാരണക്കാർ, അതായത് 6-ലധികം കോളനികൾ, അതുകൂടാണ്ട് നമ്മുടെ ശുചീകരണ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം. അവർക്ക് വലിയ വലിയ ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഒന്ന് എടുക്കുക, അവരുടെ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് കേൾക്കുക, അത്തരം കാര്യങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. അപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്ന കാര്യത്തിൽ കൃത്യത കാണിക്കാറുണ്ട്. നമ്മൾ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയതുകൊണ്ട് ആ ദിവസങ്ങളിലൊക്കെ വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അതിനുള്ള ആളുകളെയൊക്കെ ഏർപ്പാടാക്കി. പിന്നെ ഒരു ഓഫീസ് സംവിധാനം നമുക്ക് രാവിലെ മുതൽ സംവിധാനമുണ്ട്. അത് ആദ്യം ഡിവിഷനിലായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ആളുകൾ രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ വരാൻ തുടങ്ങിയത് കാരണം പിന്നെ വീട്ടിൽ തന്നെ ഓഫീസ് സംവിധാനം. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ആളുകളുമായിട്ടുള്ള ഇടപെടൽ എനിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല. പിന്നെ നമ്മുടെ ആ സമയത്തൊക്കെ കോവിഡ് കാലമായിരുന്നല്ലോ. ഇഞ്ചക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലും ഒക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് പോകാൻ സാധിച്ചു. ക്ഷേമ വകുപ്പല്ലേ എനിക്ക് തോന്നുന്നു. ഒരുപാട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഏറ്റവും അടിത്തട്ട് വരെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരം കിട്ടിയ ഒരു സ്ത്രീ രത്നം എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാം. ആ അനുഭവമൊക്കെ ഒന്ന് പങ്കുവെക്കാം. വെൽഫെയർ ചെയർമാൻ എന്ന നിലയിൽ വരുമ്പോൾ നമുക്ക് ആദ്യം പിന്നെ കുടുംബശ്രീയുടെ ചുമതലയുണ്ട്, അംഗനവാടികൾ, ICDS ചുമതലയുണ്ട്, പിന്നെ അഗതി മന്ദിരങ്ങൾ. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത്. നഗരസഭയുടെ 11-ലധികം അഗതി മന്ദിരങ്ങളിൽ ഒരു ചുമതലയുണ്ടായിരുന്നു. പിന്നെ PMAY ലൈഫ് പദ്ധതികളിലെ പെൻഷൻ, നഗരത്തിലുള്ള ഏറ്റവും സാധാരണമായ കാര്യങ്ങൾ ഇടപെടുന്ന ഒരു എല്ലാതരം മനുഷ്യരുടെ ഇടയിലേക്കും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വകുപ്പ്. അതെ, ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നതാണ്. അതെനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഞാൻ അതിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തി. ഒരാളെ പോലും ഓഫീസിൽ നിന്ന് സങ്കടപ്പെട്ട് ഇറക്കാനായിട്ടുള്ളൊരു സാധ്യത വന്നിട്ടില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ. ഒത്തിരി പേര് നമ്മളെ കാണാൻ വരുമായിരുന്നു. നമ്മളെ കടേൻ്റെ OAയും ക്ലർക്കും ഒക്കെ എന്നെ കളിയാക്കുന്നത്, എവിടെ പോണ വള്ളിക്കെട്ടും പിടിച്ചു വെക്കും. പക്ഷെ എൻ്റെ വാതിൽ ഡോർ ഇപ്പോഴും തുറന്നു കിടക്കണ കാരണം അതിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ കാണാൻ പോണെങ്കിലും HS കാണാൻ പോണെങ്കിലും അവർ എന്നോട് വന്ന് ചോദിച്ച് ഞാനും കൂടി അവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. വള്ളിക്കെട്ടുകൾ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് നിറവേറ്റാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. അത് നിറവേറ്റി കഴിയുമ്പോൾ ഒരു ഇതുണ്ട്. അപ്പൊ ആ ഒരു സംഭവം നമ്മളൊരു വഴികാട്ടിയാകാം. അവരുടെ ഒരു ജീവിത ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉപകരണമാകാൻ വേണ്ടിയിട്ട് പല സാഹചര്യങ്ങളും എനിക്ക് സാധിച്ചിട്ടുണ്ട്. വെല്ലുവിളിയാണെന്ന് എല്ലാരും പറഞ്ഞെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. തോന്നാതിരുന്നത് ഞാനിപ്പോൾ നിങ്ങളിത് പറയുമ്പോഴും എനിക്ക് ഇതിനോട് താല്പര്യമില്ല. കാരണം നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ദൗത്യം ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതായ കുറെ കടമകളുണ്ട്. അതിങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട കാര്യമല്ല. സാധാരണ നമ്മളൊരു കൗൺസിലർ എന്നുള്ള ഇതിലാണല്ലോ കയറി വരുന്നത്. കൗൺസിലറിന്റെ പ്രവർത്തന രീതികളൊക്കെ പരിമിതമായിരുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ കാലത്തല്ല ഞാൻ പറയുന്നത്. കുറച്ച് നമുക്ക് കൗൺസിലർ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് നോക്കുക, ഡിവിഷൻ നോക്കുക, കാണാൻ വൃത്തിയാക്കുക, അങ്ങനെയൊക്കെ. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല. അതിന്റെ കൂടെ വേറൊരു രീതിയിലേക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഡിവിഷന്റെ കാര്യങ്ങൾ നോക്കണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സ്മിത. എനിക്ക് ഡിവിഷനിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ടുള്ള കുറച്ച് സമയക്കുറവുണ്ടായിരുന്നു. എങ്കിലും ADS മീറ്റിങ്ങുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുമായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നഗരസഭയായിട്ട് വന്ന് രാവിലെ 10 മണിക്ക് ഓഫീസിൽ കയറി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴാണ് നമുക്കത് ഇറങ്ങാൻ സാധിക്കുന്നത്. പക്ഷെ എന്നാലും ഡിവിഷൻ്റെത് ഞാൻ പറയില്ലേ, നമ്മൾ ആള് പ്രസന്റ് അല്ലെങ്കിൽ പോലും നമുക്കൊരു ഫോൺ വിളിച്ചാൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുണ്ട്. കാരണം ആര് വിളിച്ചാലും നമ്മൾ എടുക്കും. അഥവാ മീറ്റിങ്ങിലാണെങ്കിലും നമ്മളത് തിരിച്ചു വിളിക്കാനുള്ള ആ ഒരു ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷം തന്നെ മറ്റുള്ള ആളുകൾക്കും ഉണ്ട്. അവരെപ്പോഴും പറയാറുള്ളൂ, ഇപ്പൊ ഞാൻ എന്നെ തന്നെ പൊക്കി പറഞ്ഞത് വിളിച്ചാൽ ഫോൺ എടുക്കാറുണ്ട് അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാറുണ്ട്.
അതായത് അവർക്കൊരു റിലേറ്റബിൾ പേഴ്സൺ ആയിരുന്നു, അവർക്ക് കയ്യത്തും ദൂരത്തും ഒരാളുണ്ട് എന്നുള്ളത്. അതാണല്ലോ വേണ്ടത്. അത് തന്നെയാണ് ഒരു കൗൺസിലർ എന്ന നിലയിൽ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക്. നേരത്തെ കൗൺസിലർ ആയിരുന്ന സമയത്ത് കൗൺസിലർ എന്നുള്ള സംഭവം മാത്രമല്ല, ആ ഒരു ഇതില് ഡിവിഷൻ നന്നായി രീതിയിൽ ഡിവിഷൻ നന്നായി രീതിയിൽ കൊണ്ടുപോയിരുന്ന ഒരാളാണല്ലോ. അതെ അതെ, വിളിക്കണ്ട. അപ്പോ ഞാൻ ചോദിക്കുന്നത് ആ ഒരു കൗൺസിലർ എന്നുള്ള സംഭവം കണ്ടിട്ടാണല്ലോ അടുത്ത പ്രാവശ്യം വീണ്ടും തുടർച്ചയായിട്ട് അപ്പൊ അതേ കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പൊ അത് നല്ല ഭംഗിയായി വെല്ലുവിളി ആയിരുന്നില്ല, അത് എൻജോയ് ചെയ്തു, അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയി അല്ലേ? അതെ അതെ, നല്ല വെല്ലുവിളി ആയിരുന്നില്ലെന്ന് പറഞ്ഞത് കാരണം നമ്മളത് സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഓരോ പ്രശ്നങ്ങളും അതിന്റെ ഗൗരവം മനസ്സിലാക്കി അത് ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നു, സമയം നമ്മൾ ആ സമയം നമ്മൾ അതനുസരിച്ച് സമയം ഷെഡ്യൂൾ ചെയ്യുമായിരുന്നു. നമ്മൾ ആ മീറ്റിംഗ് ആണെങ്കിലും പിന്നെ ആളുകളെ കാണേണ്ടതാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് തന്നെ ആ സമയം നമ്മൾ കൃത്യമായിട്ട് ഇതാകാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് കൗൺസിലറിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു ചെയർമാൻഷിപ്പ് ആണെന്ന് തോന്നുന്നു കൂടുതൽ ഷീബാലാൽ എന്ന രീതിയിൽ തുറന്നു കാണിച്ചത്, പബ്ലിസിറ്റി കിട്ടിയത് ചെയർമാൻ എന്നുള്ള സാധനം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഷിബാലാലിന്റെ ഈ പറഞ്ഞ പോലെ ചെയർമാൻഷിപ്പ് എന്നുള്ള സംഭവമാണ് എന്നെ തുറന്നു കാണിച്ചത്. അതിലെനിക്ക് തോന്നുന്നത് സമൃദ്ധിക്ക് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതിലിട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് പറയും. സമൃദ്ധി നമ്മൾ എത്തിപ്പെടാനുണ്ടായ കാരണം നമ്മളുടെ കോവിഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ 2020 അധികാരത്തിൽ വരുമ്പോഴേക്കും പിന്നെയും കോവിഡ്. അപ്പൊ നമ്മള് കോവിഡുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മേയറുടെ നേതൃത്വത്തിൽ കരയോഗത്തിൽ എറണാകുളം TDM ഹാളിലുള്ള കരയോഗത്തിൽ നമ്മൾ ഭക്ഷണം അറേഞ്ച് ചെയ്തവർക്ക്. ഓക്കെ, ആ അറേഞ്ച് ചെയ്തപ്പോൾ അതിനകത്ത് ക്ഷേമകാര്യ ചെയർമാൻ എന്ന നിലയിൽ ഞാനും വിദ്യാഭ്യാസ ചെയർമാൻ എന്ന നിലയിൽ ശ്രീ ചെയർമാനാണ് അതിനകത്ത് ചുമതല. അപ്പൊ ഉച്ചയ്ക്കത്തെ ഊണും രാത്രിത്തെ അത്താഴം അതാണ് കൊടുത്തിരുന്നത്. ഇതെല്ലാം എല്ലാവരുടെ ലിസ്റ്റ് തലേദിവസം അവരുടെ അതനുസരിച്ച് നമ്മൾ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഇത് കൊണ്ടുപോകാനുള്ള ആ ഒരു സംഭവം നമ്മൾ നോക്കി. അപ്പൊ നമ്മളുടെ ആ ഒരു എഫിഷ്യൻസി കണ്ടപ്പോൾ മേയർക്ക് സന്തോഷം തോന്നി. അപ്പൊ മേയർ ഇത് കഴിഞ്ഞപ്പോഴേക്ക് ശ്രീ ചെയർമാൻ പറഞ്ഞ് മേയർ നമുക്കൊരു സംരംഭം തുടങ്ങിയാൽ എന്താ ഇങ്ങനൊരു. അങ്ങനെയാണ് അതിന്റെ ഒരു ആലോചന വന്നത്. അങ്ങനെയാണ് നമ്മളുടെ പഴയ ലിബ്ര ഹോട്ടലിന്റെ അവിടെയുള്ള ക്യാൻറ്റീൻ എടുത്ത് മേയർ അത് ചെയ്യാന്നും പറഞ്ഞത്. പിന്നെ അതിന്റെ പണിയെല്ലാം അങ്ങനെ 2021 ഇപ്പൊ 4 വർഷം പിന്നോട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള സംഭവത്തിൽ അതിനു മുമ്പ് നമ്മള് അതിന് മുന്നത്തെ സമയത്ത് 27 കൗൺസിലർ ആയിരുന്നപ്പോൾ നമ്മള് കമ്മ്യൂണിറ്റി കിച്ചൺ നമ്മള് വലിയ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസിലാണ് ആ കമ്മ്യൂണിറ്റി കിച്ചൺ ഭംഗിയായി കൊണ്ടുപോയത്. സമൃദ്ധി വരാനുണ്ടായ കാരണം ഇന്ന് സമൃദ്ധി വളർന്ന് പന്തലിച്ചു. സമൃദ്ധി 4 വർഷം പിന്നിട്ടു. പിന്നിട്ടെന്ന് മാത്രമല്ല അതിന്റെ ഉപശാഖകളായിട്ട് വന്നു. ഇനിയിപ്പോ ഏറ്റവും അടുത്ത ആഴ്ച നമുക്ക് ഫോട്ടോ അതിന്റെ ഉദ്ഘാടനം. അതില് ഷിബലാലിന്റെ പങ്കൊന്ന് പറയാം. അതിനകത്ത് അത് നോക്കി നടത്താനുള്ള ചുമതല ഉണ്ടാകുമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മള് എന്ത് സ്ഥാപനമാണെങ്കിലും അത് നമ്മുടെയാണെന്നും കൂടെ വിചാരിക്കുമ്പോഴാണ് അതിനൊരു വിജയം. സമൃദ്ധി ഒരു ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് അവിടെ പോയിട്ട് ചെയർമാൻ എന്ന നിലയിൽ അവിടുന്ന് എല്ലാവരും ഇങ്ങനെ കമാൻഡ് ചെയ്ത് നിൽക്കാം. പക്ഷെ അതല്ല, അത് എന്റെയാണ് എന്നുള്ള ആ ഒരു ഇതിലാണ് അത് പോണത് കൊണ്ടാണ് എനിക്ക് അതിനകത്ത് വിളമ്പി കൊടുക്കാനും പാത്രം കഴുകാനും ജോലിക്കാരോടൊപ്പം അവരോടൊപ്പം അതുകൊണ്ടാണ് അതിന്റെ ഒരു വിജയം. പക്ഷെ അതിനെ ഒരുപാട് ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റി തന്നെയല്ല, നമ്മൾ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണില്ല ചെയർമാൻ എന്ന നില. പക്ഷെ ഞാൻ ചെയർമാൻ എന്ന നിലയിൽ ഇപ്പൊ മേയർ പറഞ്ഞ പോലെ നമ്മളെ ആളുകൾ തിരഞ്ഞെടുത്ത ആളാണ്. അൾട്ടിമേറ്റ്ലി നമ്മളൊരു വീട്ടമ്മ കൂടിയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അത് കണ്ടോണ്ടിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ അവര് വിളമ്പുമ്പോഴാണെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പി കൊടുക്കാന്ന് പറയുന്നത് അതൊരു വീട്ടമ്മ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഫോർട്ട് കൊച്ചിയില് സമൃദ്ധി ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് വരുന്നത്. കടമ്പകൾ ഇനിയും ഉണ്ടാകും. ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ള എറണാകുളത്തുള്ള നോർത്തിലുള്ള സമൃദ്ധി പോലെ അല്ല ഇവിടെ ഒരുപാട് വെല്ലുവിളികളുണ്ട്, ഒരുപാട് ഇത് ഉണ്ടാവും, പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. അത് നമ്മള് ഏത് പ്രതിസന്ധികളെയും നമ്മള് സ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് അത് തന്നെ. നമ്മൾ അവരോട് ഓപ്പോസിറ്റ് ആയിട്ട് വഴക്കിടാനായിട്ട് പറ്റില്ല. ആ രീതിയിലേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ഫോർട്ട് കൊച്ചിയില് സമൃദ്ധി വരുമ്പോ അതിലൊരു റോള് ഷിബലാലിന് ചെയ്യണമെന്ന് വിചാരിക്കണം. പിന്നെ ഇനി അടുത്ത ഭരണസമിതിയും കാര്യങ്ങളൊക്കെ എങ്ങനെ വരും എന്നുള്ളതാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഡിവിഷനിലേക്ക് വരാം. നമ്മുടെ ഡിവിഷനിൽ നമ്മുടെ അംഗൻവാടികളെ കുറിച്ചും
റോഡുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. എനിക്ക് ഡിവിഷനിലുള്ള 7 അംഗൻവാടികളെല്ലാം സ്വന്തമായിട്ടുള്ള അംഗൻവാടികളാണ്. സ്വന്തം കെട്ടിടത്തില, എല്ലാം സ്വന്തം കെട്ടിടത്തില, എല്ലാം നല്ല സ്മാർട്ട് അംഗൻവാടികളാണ്. സ്മാർട്ട് അംഗൻവാടി. പിന്നെ നമുക്ക് ഹോളുകളുണ്ട്, ADS ഹോളുണ്ട്, പകൽ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ MCF ഷെഡ് ഉണ്ട്, കുടുംബശ്രീക്ക് അവരുടെ മീറ്റിംഗ് കൂടാനുള്ള സ്ഥലമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു ഡിവിഷൻ. റോഡുകള് ഞാൻ ജനകീയാസൂത്രണത്തിലെടുത്ത പദ്ധതിയിലെടുത്ത റോഡുകളും ഗതാഗതവും വെള്ളക്കെട്ടും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ജനറൽ ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല, ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല. കാരണം അത് വേണ്ടി വന്നില്ല. കാരണം ഇതൊരു തുടർച്ചയാണ്. എന്റെ മുൻ കൗൺസിലറായിരുന്ന ശ്രീ KG ആന്റണി, അതായത് കൊച്ചി നഗരസഭയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഡിവിഷനായിരുന്നു. അദ്ദേഹം ഒട്ടുമിക്ക വർക്കുകളും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ച എന്ന പോലെ, പൂർണ്ണമല്ല എങ്കിൽ പോലും നമ്മൾ അതിന്റെ തുടർച്ച എന്ന നിലയിൽ ബാക്കി വർക്കുകളും കൂടെ ചെയ്തെടുത്തു. ഇതൊരു അംഗൻവാടിയാണ്. ഇത് ഇവിടെ ഇപ്പൊ എത്ര കുട്ടികളൊക്കെ ഉണ്ട് ടീച്ചറെ? എത്ര അംഗൻവാടികളുണ്ട് നമുക്ക് ടോട്ടൽ? 7 അംഗൻവാടി. എല്ലാവരും എല്ലാം സ്മാർട്ടാണ്. അപ്പൊ ഈ അംഗൻവാടിയുടെ കാര്യം പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്. ഏറ്റവും സന്തോഷമായിട്ട് ഞാനൊരു ചെയർമാൻ എന്ന നിലയിൽ സമൃദ്ധിയേക്കാൾ ഉപരി എനിക്ക് സന്തോഷം നൽകിയത് അംഗൻവാടികളുടെ ടീച്ചർമാരുടെ നിയമനം നടത്താൻ സാധിച്ചു. അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ സാധിച്ചു. കാരണം അതൊരു 10-12 വർഷത്തിലധികമായിട്ട് അത് സ്റ്റേ കിട്ടി. വളരെ ബുദ്ധിമുട്ടിൽ കിടന്നിരുന്ന ആ ഒരു സംവിധാനത്തിനെ നമ്മൾ എല്ലാവരെയും കണ്ട് സംസാരിച്ചു. അത് വളരെ ഭംഗിയായിട്ട് 3 അർബനുകളിലും, 3 അർബൻ ഉണ്ട്, അർബൻ 1, 2, 3. ഇത് കൊച്ചി അർബൻ 1, 2 എന്ന് പറയുന്നത് തേവരയാണ്, 3 എന്ന് പറയുന്നത് മരട്. ചെയർമാൻഷിപ്പിന്റെ ഒരു ഭാഗമായിട്ട് 3 സ്ഥലത്തും ഭംഗിയായിട്ട് നിർവഹിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ട് താൽക്കാലികമായിട്ട് 6 മാസം നിർത്തിയ ആളുകളെല്ലാം സ്ഥിരപ്പെട്ടു എന്ന്. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് സത്യത്തിൽ ഞാൻ എടുക്കും. കാരണം അത് വളരെ ഭംഗിയായിട്ട് ഇത് പറഞ്ഞ പോലെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട സംഭവം ആ സംഭവം. പക്ഷെ നമ്മള് വളരെ സുതാര്യമായി പല സ്ഥലത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ ഒന്നിലും ഇടപെട്ടില്ല. അതിനെനിക്ക് ബഹുമാനോടെ മേയറും അതിനകത്തൊരു വലിയൊരു ഇത് തന്നു, ധൈര്യം തന്നു. നമ്മള് അർഹതയുള്ള ആൾക്കാര്, അതാണല്ലോ ഞാൻ ഇന്നിവിടെ നിൽക്കാനുള്ള കാരണം. ഒരു ആരുടെ ഇടപെടലില്ലാണ്ട് അർഹരായ ആളുകളെ എല്ലാവരെയും തന്നെ ഇന്റർവ്യൂ എടുത്തു. കാരണം ആ ലിസ്റ്റ് 2027 വരെ ഉണ്ട്. അപ്പൊ നമുക്കത് എടുക്കാൻ സാധിച്ചു. അത് വലിയൊരു സന്തോഷം. ഒരുപാട് പേർക്ക് 6 മാസം നിന്നു, അവർക്ക് വേറൊരു ആനുകൂല്യമില്ല. പിന്നെ ഒരു 6 മാസം പുറത്തു നിന്ന് പിന്നെ ഒരു കൗൺസിലറിന്റെ ഇഷ്ടം അനുസരിച്ച് വേറൊരാൾ എടുക്കും. അപ്പൊ അവർക്ക് സ്ഥിരതയില്ല. പക്ഷെ ഇത് വന്നപ്പോഴേക്കും അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഏജ് വെച്ചിട്ട് നമ്മൾ അതിന്റെ പേര് ശത്രുക്കളുണ്ടായി, നല്ലോണം ശത്രുക്കളുണ്ടായി. പോസ്റ്ററുകൾ വരുന്നു, ഫോൺ കോളുകൾ വന്നു, വീടിന്റെ മുറ്റത്തും അവിടെയൊക്കെ ഒരുപാട് ശത്രുക്കളുണ്ടായി. പക്ഷെ അവർക്കൊക്കെ പിന്നീട് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ എല്ലാവരും അത് തിരിച്ചറിഞ്ഞു. അതിനകത്തുള്ള ആ ഒരു സത്യസന്ധത അവർ തിരിച്ചറിഞ്ഞു. ഇതുപോലെ തന്നെയാണല്ലോ പെൻഷനും കൈകാര്യം ചെയ്തിരുന്നു. അതെങ്ങനെയായിരുന്നു ആ ഒരു പെൻഷൻ? നമ്മള് അർഹരായ ആളുകൾ എന്ന് പറയുന്നത് അതിനകത്തൊരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ കൗൺസിലറിന്റെയും കൂടെ ഒരു കത്ത് വേണം. ഇവർക്ക് 60 വയസ്സ് കഴിഞ്ഞു, ഇവർക്ക് പെൻഷൻ അർഹതയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മളെ ചുറ്റുമുള്ള, ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ കൗൺസിലർമാർക്കും പരിചയമുള്ള ആൾക്കാർ വരും. അപ്പൊ അവർക്ക് വീട്ടിൽ കാറുണ്ടാകുന്ന AC ഉണ്ടാകുന്ന നമുക്ക് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ റിജക്ഷൻ വരാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അർഹത ഉള്ള ആളുകൾക്ക്, ഇപ്പൊ സർക്കാരിന്റെ ഒരു മാനദണ്ഡ പ്രകാരം 4 വീലർ പാടില്ല, AC പാടില്ല, വരുമാനം 1 ലക്ഷത്തിന് മേലിലാകാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ACയും അതിനൊക്കെ ഞങ്ങള് തർക്കം നിൽക്കണേ കേട്ടോ. AC എന്ന് പറഞ്ഞ ഒരു മക്കള് ആരെങ്കിലും മേടിച്ചു വെച്ചാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ പാരന്റ്സിന് അതിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എന്തെങ്കിലും ലോൺ എടുക്കണമെങ്കിൽ അവര് വരുമാനം കൂട്ടും. അപ്പൊ മാതാപിതാക്കളൊക്കെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ നമ്മൾ അവരോട് പറയും, നിങ്ങൾ വേറൊരു സെപ്പറേറ്റ് റേഷൻ കാർഡ് ആക്കുക, നിങ്ങളൊരു പുതിയൊരു വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതൊക്കെ പറഞ്ഞ് ചെയ്യിക്കാറുണ്ട്. കാരണം അർഹതയാണല്ലോ അവർക്ക്. കാരണം മക്കൾക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും മാതാപിതാക്കൾക്ക് അത് അവർക്ക് ഈ 1600 രൂപ കിട്ടും. ഇനിയിപ്പോ 2000 ആണെന്ന് പറഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഒത്തിരി പേര് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞിരുന്ന എല്ലാ ആളുകൾക്കും നമ്മൾ അതും 40 ദിവസത്തിനുള്ളിലാണ്. അത് സ്മിത മനസ്സിലാക്കാം. മറ്റേത് അങ്ങനെയല്ല. നമ്മള് അപേക്ഷ കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് വാർഡ് സഭ കഴിഞ്ഞ് അങ്ങനെ വാർഡ് സഭ കൊല്ലത്തിൽ 2 പ്രാവശ്യം. പക്ഷെ നമ്മള് 40 ദിവസത്തിനുള്ളിൽ ഇത് കണ്ടെത്തി എടുത്ത് അന്വേഷണം കഴിഞ്ഞിട്ട് പിന്നീടാണ് വാർഡ് സഭയ്ക്ക് വരുന്നത്. ഒത്തിരി ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഭിന്നശേഷിയാണെങ്കിലും പിന്നെ വിധവാ പെൻഷൻ ആണെങ്കിലും
ഡിഫറെന്റ് ടൈപ്സ് കുറെ പെൻഷനുകളുണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു എവിടെയെങ്കിലും ഒരു ഇങ്ങനെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെയെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എന്നും ഇപ്പൊ എല്ലാവരോടും ഇപ്പൊ റനീഷ് ചെയർമാൻ വികസനകാര്യ വരുന്നപ്പോ അദ്ദേഹത്തോട് ചോദിക്കും, ശ്രീ ചെയർമാനോട് ചോദിക്കും, മേയറോട് എല്ലാവരോടും കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു തീരുമാനം ഞാൻ സ്വന്തമായിട്ട് എടുക്കാറില്ല, ഞാൻ അവരോടും കൂടി ചോദിച്ചിട്ടാണ് ഞാനത് ചെയ്യണത്. ഞാൻ സ്വന്തമായിട്ട് അറിയതിട്ട് ഇത് എങ്ങനെ ചെയ്തു ഇപ്പൊ ഇതിന്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂ വന്നേക്കണത്. നമ്മുടെ അവസാന കാലത്ത് നമ്മളെ ആ ഒരു എന്തെല്ലാം ചെയ്തു. പക്ഷെ അല്ലാതെ ഞാൻ അങ്ങനെ വരാറില്ല. ഇപ്പൊ സമൃദ്ധിയെ കുറിച്ചാണെങ്കിലും വേറെ നിൽക്കും ഞാനൊരു സ്ഥലത്തും പ്രസന്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് മാത്രം എല്ലാം ഒരു അതിനൊരു മേൽഘടകം ഉണ്ട്. സമൃദ്ധിയുടെ ഒരു ബാക്ക് ബോൺ ഷീബാലാണെന്ന് മിക്ക മേയർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മേയർ ഇരിക്കുമ്പോ മേയറാണല്ലോ അതിന്റെ ഒരു അത് ഇതായിട്ട് ഇപ്പൊ ഈ കൗൺസിലിന്റെ ഒരു പ്രത്യേകതയാണ്. പലതും അതായത് കൗൺസിലർ എന്നുള്ളൊരു കാഴ്ചപ്പാടുകള് പൊളിച്ചെഴുതിയ ഒരു കൗൺസിൽ ടീമാണ്. ടീം വർക്ക് കൂട്ടായ്മയായിട്ട് ചെയ്യണം. അപ്പൊ പിന്നെ നമ്മുടെ ഡിവിഷനിൽ ഇനി നമുക്ക് ഇനി എന്തൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ ഒരുപാട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടുള്ള എല്ലാ ഡിവിഷനുകൾക്കും ഒരു കുറവുകളെ പറയാനുള്ളൂ. അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ ഇല്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിൽഡിങ്ങുകളില്ല. ഇവിടെ ഇപ്പൊ എല്ലാം ഉണ്ട്. പിന്നെ ഓപ്പൺ ഏരിയ ഉണ്ട്. എനിക്ക് ഓപ്പൺ ഏരിയയിൽ ഇപ്പൊ ഒരു പകൽ വീടിന്റെ നിർമ്മാണം ചെയ്യുന്നുണ്ട്. വയോജന പാർക്ക് അതിന്റെ ഒരു ഓപ്പൺ ഏരിയ ചെയ്തിട്ടുണ്ട്. പിന്നെ കാർ പാർക്കിങ്ങിന് കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് പിന്നെ നമുക്ക് ഫിഷ് ലാൻഡിങ് സെന്റർ പോലെ ബീച്ചുണ്ട്. സ്വന്തമായിട്ട് ഒരു ബീച്ചുണ്ട്. ഫോർട്ട് ബീച്ചിന്റെ ഭാഗമായിട്ട് ഒരു ബീച്ചും കൂടെ ഉണ്ട്. അവിടെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളങ്ങളൊക്കെ കയറ്റി വയ്ക്കുക. അപ്പൊ അവർക്കൊരു ഫിഷ് ലാൻഡിങ് സെന്റർ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ പ്രോജക്റ്റും നമുക്ക് ഇത് സ്ഥലമെടുപ്പുണ്ട്. അതിന്റെ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാതെ നിങ്ങളിപ്പോ ഞാൻ അവരോടും പറഞ്ഞതാണ്, നമുക്ക് സ്വന്തമായിട്ട് MCF ഷെഡുണ്ട്. ബ്രഹ്മപുരം കത്തുപിടിച്ചത് ഒരു മാർച്ച് 2-നാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ വരുമ്പോൾ എനിക്കിവിടെ MCF ഷെഡുണ്ട്. ആ MCF ഷെഡ് രണ്ടാമത് നമ്മൾ ജനകീയാസൂത്രണ പദ്ധതി വെച്ച് പൈസ വെച്ച് അത് ഭംഗിയാക്കി ചെയ്ത്. അപ്പൊ പ്ലാസ്റ്റിക് എന്റെ ഡിവിഷനിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പോയി നോക്കാം, എവിടെയും ഒരു മാലിന്യ ചാക്കില്ല. ശേഖരിക്കാനുള്ള സ്ഥലം, പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാനുള്ള കൃത്യമായ സ്ഥലമുണ്ട്. അപ്പൊ ബ്രഹ്മപുരത്തിൽ അങ്ങനെ ഇഷ്യൂ ഉണ്ടായപ്പോഴും നമ്മളിവിടെ അപ്പോഴും ഞങ്ങളുടെ ആളുകൾ ഈ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് വെച്ച് അത് വൃത്തിയാക്കി മറ്റുള്ള ആൾക്ക് അത് ആക്രിക്ക് കൊടുത്ത് കാശ് സമ്പാദിക്കേണ്ട ഒരു പ്രകൃതം. ഇപ്പൊ നമുക്ക് ലോറി വന്ന് തൂക്കി അവരെടുത്തോണ്ട് പോണേ. എന്ന് പോലും ഇത്ര നല്ല ഡിവിഷൻ ആണെങ്കിൽ പോലും ഒരു മാലിന്യ ചാക്കുകൾ എവിടെയും കൂട്ടിവെക്കാറില്ല. കൃത്യമായ മാലിന്യ ശേഖരണം വളരെ ഭംഗിയായിട്ട്. അഥവാ ഏതെങ്കിലും വീട്ടുകാർ എന്നെ വിളിച്ച് പറയും, കൗൺസിലറെ എനിക്ക് ഇത്തിരി വേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ഞാൻ തൊഴിലാളികളോട് പറയും, നിങ്ങളത് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഷെഡിൽ വെക്ക്, ലോറി വരുമ്പോൾ നമുക്ക് കൊടുത്തു വിടും. അതുകൊണ്ട് ഒരു സ്ഥലത്തും ഇവിടുത്തെ ഡിവിഷന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തൊഴിലുറപ്പുണ്ട്. എനിക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് ഡിവിഷൻ നിവാസികൾ ആ ഒരു കാര്യത്തില് സന്തോഷമായിരിക്കും. എനിക്ക് സന്തോഷമാണ്. അതാണല്ലോ എനിക്കാണ് സന്തോഷം. പരാതി വിളിച്ചു പറയും മരം വെട്ടിയത് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇന്ന ദിവസം അത് കൊണ്ടുപോയിക്കോളാം. അത്യാവശ്യം എന്തെങ്കിലും അവരുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ഉണ്ടായിരുന്നു, അവർക്കൊരു കല്യാണം ഉണ്ട് അടുത്ത ദിവസം. അപ്പൊ അവരുടെ വീട്ടിൽ കുറച്ച് റിപ്പയർ ചെയ്തതിന്റെ സാധനങ്ങളുണ്ട്, എന്ത് ചെയ്യുന്നു വെച്ചപ്പോ ഞാൻ പറഞ്ഞത് നാളെ രാവിലെ എടുത്തോളാം, നമുക്ക് ഷെഡിൽ വെക്കാൻ എന്നിട്ട് സൗകര്യത്തിന് നമ്മുടെ വണ്ടി വരുന്ന ദിവസം നമുക്ക് ചെയ്യാം. അങ്ങനെ 26-ാം ഡിവിഷൻ എന്ന് പറഞ്ഞ ഡിവിഷനിൽ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഭംഗിയായിട്ട് സന്തോഷമായിട്ട് പോണ ഒരു MCF ഷെഡ് ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പോകണം. അതും ഏറ്റവും കൂടുതൽ ശുചീകരണ തൊഴിലാളി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. മനസ്സിലായില്ലേ? രാമേശ്വരം കോളനി ഏറ്റവും കൂടുതൽ ശുചീകരണ തൊഴിലാളി താമസിക്കുന്നത്. ഇവിടുത്തെ ആളുകളാണ് മറ്റുള്ള ഡിവിഷനുകളിൽ ഹരിതകർമ്മസേനയായിട്ട് ശുചീകരണത്തിന് പോകുന്നത്. അതുപോലെ തന്നെ ആർ കെ കോളനിയിലും പിന്നെ കിളിയാമ്പാടം കോളനിയിൽ കർണാലയത്തിന്റെ വശത്തുള്ള ആ വശത്തുള്ള തൊഴിലാളികളെല്ലാം കോർപ്പറേഷനിലെ തൊഴിലാളികൾ. ഈ പറഞ്ഞ പോലെ അവർക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ എനിക്കിപ്പോ ഒരു പരാതിയായിട്ടുള്ളത് ഈ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ കരുണാലയത്തിന്റെ വശത്തുള്ള റോഡ്, അവിടെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് അംബേദ്കർ ഭവന പദ്ധതി ഉദ്ദേശിച്ച അദ്ദേഹം KJ-Maxi MLA ഒരു കമ്മ്യൂണിറ്റി ഹാൾ, മുമ്പ് ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടായി, അത് നമ്മൾ പൊളിച്ചിട്ട് പുതിയൊരു കമ്മ്യൂണിറ്റി ഹാളും അതിന്റെ മേലിൽ അവർക്ക് SC വിഭാഗത്തിനുള്ള ഒരു ഹോളും കൂടെ പണിയുന്നു. അത് അവർക്ക് വേണ്ടി മാത്രം, അവരുടെ അംബേദ്കർ ഭവന പദ്ധതി ആയതുകൊണ്ട് 1 കോടി രൂപ ചെലവിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് അവരുടെ വിവാഹ ആവശ്യങ്ങൾക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോളിന്റെ ഒരു പകുതിയിലധികം പണി തീർന്നിരിക്കണം. അപ്പൊ അതനുബന്ധിച്ച് ആ റോഡും അവര്
കിളിയാമ്പാടം അവിടേക്ക് ഇത്തിരി വെള്ളക്കെട്ട് ഉള്ള സ്ഥലമാണ്. കാരണം ഇത്തിരി നമ്മുടെ ഈ ഒരു ടെന്യൂർ കഴിയുമ്പോഴത്തേക്ക് അവിടെ തീർന്നു പൂർണ്ണമാവും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മാക്സ് MLA ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കത് പെട്ടെന്ന് തീർക്കാൻ അത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ്. അല്ല അദ്ദേഹത്തിന്റെ ഫണ്ട് അല്ലാണ്ട് ഞാൻ പറയല്ലേ ഇപ്പൊ മറ്റുള്ള ഡിവിഷനിൽ പറയുന്ന പോലെ അമൃതിന്റെ ഒരു ഫണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, CSMLന്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല, ജനറൽ ഫണ്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഡിവിഷൻ ഫണ്ട് ഒന്നും ഉപയോഗിച്ചില്ല. ഉപയോഗിച്ചിട്ടുള്ളത് ആകെ ഉള്ളത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നൽകിയ ഗതാഗതവും വെള്ളക്കെട്ടിന്റെ ഫണ്ടും പിന്നെ പൊതു കെട്ടിടങ്ങൾക്കുള്ള വന്നിട്ടില്ല. അനാവശ്യമായിട്ട് ഒരു ഫയലും കാണ പോരുന്നതിന് വേണ്ടി അനാവശ്യമായിട്ട് ഒരു ഫയലും ഉണ്ടാക്കിയിട്ടില്ല. വർഷം തരുന്ന 2 ഫയലുകൾ, വലിയ കാണ പോരാനും ചെറിയ കാണാൻ പോരാനും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ എല്ലാരും പറഞ്ഞു നമുക്കൊരു വീടുണ്ടെങ്കിൽ വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനത്തിൽ ഒതുങ്ങിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് നഗരസഭ ഈ ഡിവിഷൻ കൊണ്ടുപോട്ടെ. ഈ ഡിവിഷന്റെ ഈ പറഞ്ഞ സ്വന്തമായ കെട്ടിടങ്ങൾ അത് അപൂർവമാണ്. അതെ അതെ, അതെല്ലാം അതിന്റെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ കൊല്ലവും നമ്മൾ അതിന്റെ അംഗൻവാടികൾക്ക് മെയിൻ്റെനൻസ്, ADS ഹോളിന് മെയിൻ്റെനൻസ്, പകൽ വീടിന്റെ മെയിൻ്റെനൻസ്, വനിതാ ജിമ്മുണ്ട്, ഒരു വനിതാ ജിമ്മ് കഴിഞ്ഞ വർഷം. ആ എല്ലാത്തിന്റെ മെയിൻ്റെനൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തു. എല്ലായിടത്തും കൃത്യമായിട്ട് കൗൺസിലർ എത്താറുണ്ട്. തീർച്ചയായിട്ടും വനിതാ ജിമ്മിന്റെ ഒരു വനിതാ ജിമ്മ തന്നെ ഒരാളെ നിർത്തി അയാളൊന്ന് വീണ് അയാളെ കാലൊടിഞ്ഞ് വനിതാ ജിമ്മ നമ്മള് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന വളരെ അവർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തേക്കണം. എങ്ങനെയുണ്ട് പാർട്ടിസിപ്പേഷൻ അവിടെ? അവിടെ എല്ലാ സ്ത്രീകൾക്ക് എല്ലാവർക്കും വന്ന് പോകാനുമുള്ള അവിടെ ഇപ്പൊ രാവിലെ കുറച്ച് പേര് വരും, പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് പേര് വന്ന് തുടങ്ങും. ട്രെയിനർ വന്നിട്ട് ട്രെയിനർ ഒന്ന് വീണ് കാലൊടിഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ അവർ വന്ന് സൈക്കിൾ ഔട്ടും ത്രെഡ്മിൽ ഓൺ ചെയ്യും. അങ്ങനെ ആയിട്ട് നല്ല എക്യുപ്മെന്റ്സ് ആണ്. ഇപ്പൊ നമ്മളിവിടെ പുറത്ത് കാണുന്ന പോലത്തതല്ല. എന്റേത് കണ്ടിട്ടാണ് ഇസ്മുദ്ദീൻ കൗൺസിലറും മറ്റവരൊക്കെ അത് ഞാൻ ഓർഡർ ചെയ്തത്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മേയർ വന്ന് ഉദ്ഘാടനം. ഞാൻ ഉദ്ഘാടനങ്ങളൊന്നും നോക്കിയൊന്നുമില്ല. റോഡുകളൊക്കെ അല്ല. ഞാനിപ്പോഴും പറഞ്ഞതാണ് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ചുമതല നമ്മളത് വിശ്വസിക്കുന്നില്ല. നാട്ടുകാർക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ അവര് നമ്മളെ തെരഞ്ഞെടുത്തു. ഇനി അടുത്തത് ഇനി ഒരു ഇലക്ഷൻ നാളത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. സ്ഥാനാർത്ഥി ആകണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. അത് കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു തീരുമാനത്തിൽ അവര് മത്സരരംഗത്തേക്ക് വീണ്ടും കൗൺസിലറായിട്ട് വരട്ടെ. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ നമുക്കിപ്പോ ഇവിടെ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് എനിക്കൊന്ന് മുൻ കൗൺസിലർ എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫോളോ അപ്പ് ചെയ്ത് ഞാനും പോകുന്നു. ഇനി എന്തെങ്കിലും ഒരു സ്വപ്ന പദ്ധതി ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട്? എനിക്ക് പിന്നെ ഫിഷ് ലാൻഡിങ് സെന്ററിന്റെ സ്ഥലം ഏറ്റെടുത്ത് അവിടെ നല്ല രീതിയിലൊരു ഫിഷ് ലാൻഡിങ് സെന്റർ, കാരണം അവർക്ക് അവരുടെ വള്ളങ്ങളെല്ലാം മഴ വരുമ്പോൾ വെള്ളം അടിച്ച് കയറി കടലിലോട്ട് ഒഴുകി പോകാത്ത രീതിയിൽ ചെയ്ത് അതിൻ്റെ ഒരു വഴിയുണ്ട്. അത് വഴി ഒരു ചെറിയ വഴി, 2 വീലർ അത്യാവശ്യം ഒരു ഓട്ടോ പോകുന്ന വഴി, അല്ലാതെ ഒരു സ്ഥലം ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. അപ്പൊ ആളുകളൊന്ന് പറഞ്ഞ ആ സ്ഥലവും കൂടെ ഒന്ന് വീതിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു പിന്നെ ടൂറിസം പ്ലേസ് പോലെയാണ്. ശരിക്കും നല്ല കടലാണ്, വളരെ ശാന്തമായ കടലാണ്. ആളുകൾ ഒത്തിരി പേര് ശനി ഞായർ ദിവസങ്ങളിൽ വരാറുണ്ട്. രാവിലെ കുളിക്കാനുള്ള ആളുകൾ വരാറുണ്ട്. അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ മുങ്ങിമരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും വളരെ ഭംഗിയായ ഒരു സ്ഥലമാണ്, നല്ല കടപ്പുറം. അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ബോയൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തു. പക്ഷെ എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കൾ അതൊന്നും കാണുകയില്ല, കേൾക്കുകയില്ല, ഓടിയിറങ്ങിയാണ്. പിന്നെ വിൽഫ്രഡിനെ പോലെയുള്ള സ്കൂൾ നടത്തുന്ന ആളുകൾ അവിടെ രാവിലെ വന്ന് കയാക്കിങ്ങും നീന്തൽ പരിശീലനം ഒക്കെ കൊടുക്കാറുണ്ട്. അവരുടെയൊക്കെ നല്ല സപ്പോർട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതായിരുന്നു സ്വപ്ന പദ്ധതി. അതാണ് സ്വപ്ന പദ്ധതി. അതെ അതെ, ഇനി നടത്താനുള്ളത് അത് മാത്രമാണ്. ഇനി വേറെ അങ്ങനെ വരുമ്പോ എനിക്ക് ഇന്ന ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കോൺസെപ്റ്റ്. അപ്പൊ അത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. കാരണം രാമേശ്വരം കോളനി ആണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവരൊക്കെ എല്ലാവരും അവിടെ തന്നെ ശരി. ഇപ്പൊ അവരെവിടെയെങ്കിലും നമുക്ക് മാറ്റി പാർപ്പിക്കാനൊന്നും പറ്റില്ല. വെള്ളം വരുമ്പോൾ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ കാണകളെല്ലാം നന്നായിട്ട് സിൽറ്റൊക്കെ റിമൂവ് ചെയ്ത് റോഡെല്ലാം ഇതേപോലെ തന്നെ കട്ട വിരിച്ചു എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊരു മാതൃകാ ഡിവിഷനാണ് സത്യത്തില്, മാതൃക. പിന്നെ ഈ പറയുന്നവർ എല്ലാരും കൊട്ടിഘോഷിക്കുമ്പോഴല്ല സ്മാർട്ട് റോഡ് അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല, പക്ഷെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അന്നൊക്കെ സമയം ഞാൻ ആകെ കൂടി ഇപ്പൊ ഈ ഒരു 6 മാസമായിട്ടുള്ളല്ല ഇതിന്റെ പിന്നാലെ ആയിട്ട്. ഞാൻ ഫെബ്രുവരി 1 രാജിവെച്ചത്. അതിന് വരെ ഞാൻ രാവിലെ 10 മണിക്ക് എണ്ണയിട്ട യന്ത്രം പോലെ ഞാൻ രാവിലെ കോർപ്പറേഷൻ ഓഫീസിൽ പോകും, മറ്റുള്ള മീറ്റിങ്ങുകളിൽ പോകും. അത് കഴിഞ്ഞ് തിരിച്ച് 6 മണിയാകുമ്പോൾ വരും. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഇല്ല തിരക്കില്ലാതെ ഇല്ല. അപ്പോഴേക്ക് ഇലക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രവർത്തിക്കണം. ഞാൻ സമൃദ്ധിയിൽ അല്ലാതെയും പോവാറുണ്ട്. ഇന്ന് ഞാൻ സമൃദ്ധിയിൽ പോയി. ശിവലാലിന്റെ ഒരു ഇതായിട്ടാണ് മറ്റേ 9ാം ഡിവിഷനിലെ ഒരു ഡേ കെയർ അല്ലെ, ക്രഷ് അതിന്റെ വന്നിട്ടുണ്ട്. അതിന് ഞാൻ പറഞ്ഞല്ലേ ഡേ കെയറും ക്രഷും ഹൈക്കോർട്ടിന്റെ അവിടെ ഉണ്ട് ഒരു ക്രഷ്.
എനിക്ക് തോന്നുന്നു ഈ കോർപ്പറേറ്റ് രണ്ടെണ്ണം ഉള്ളൂ. അത് ഷിബലാലിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഹബീബുള്ള പറഞ്ഞത് അംഗൻവാടിയുടെ കാര്യം വരുമ്പോ എല്ലാവരും എന്നോട് ശിവ ചേച്ചി എന്ന് പറഞ്ഞ് പറയാറുണ്ട്. അപ്പൊ സ്ഥലം ഉള്ളിടത്ത് നമുക്ക് പണിത് കൊടുക്കാനുള്ള ഫണ്ടുണ്ട്. അത് ICDSന്റെ ഭാഗത്തൊന്നും ഫണ്ടുണ്ട് കേട്ടോ. കോർപ്പറേഷന്റെ ഫണ്ട് വെച്ചത് കൂടാണ്ട് ICDSന് പകൽ വീടുകൾ അതും നമ്മളെ ചുമതലയിൽ വരുന്നത്. ഇപ്പൊ സ്വയംപ്രഭ 28 അത് ഞാനും കൂടി നിന്നിട്ടാണ് അത് അത്രയും ഭംഗിയാക്കിയത് ചെയ്യാൻ. അതായത് ഞാൻ കൗൺസിലർ ആയിരുന്നു, ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പിലോട്ട് പോയിരുന്നെങ്കിലും എന്റെ ഈ ഒരു ഭാഗം കൊച്ചി എന്ന ഈ ഒരു ഭാഗം മറന്നിട്ടില്ല. ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ക്ഷേമവകുപ്പ് എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്ക് അതുപോലെ പറയുമ്പോൾ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഡിമെൻഷ്യ സെന്റർ ഉണ്ട് PG ആന്റണി ഗ്രൗണ്ടിൽ, പിന്നെ വിവേരുടെ അവിടെ നമുക്ക് അവിടെ ഒരു ഡിമെൻഷ്യ സെന്റർ സ്ഥാപിക്കാൻ സാധിച്ചു. ഇപ്പൊ അതിനൊരു പുതിയ ബിൽഡിങ്ങും കൂടെ പണിതു, അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. അപ്പൊ അതൊക്കെ അറിഞ്ഞു. അത് മേയറെ നമ്മൾ അവിടെ നടത്തിയിരുന്നത് പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് എഗ്രിമെന്റ് വെച്ചിട്ട് നമ്മൾ ജിയോജിത്താണ് നമുക്ക് അതിന് ഫണ്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 13ഓളം അച്ഛനെ അമ്മമാരെ നമ്മൾ പോയി കൊണ്ടുവന്ന് അവരിവിടെ ഡേ കെയർ പോലെ കൊണ്ടുവന്ന് നോക്കി അവരുടെ മെമ്മറിക്ക് ആവശ്യമായ ചെറിയ ചെറിയ ഗെയിമും കാര്യങ്ങളും എഴുതില്ല. കാരണം അവരെല്ലാരും വലിയ ഉദ്യോഗത്തിലിരുന്ന ആളുകളാണ്. അപ്പൊ പെട്ടെന്ന് എല്ലാരും ഡോക്ടേഴ്സ്, വക്കീല്, അങ്ങനെയുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് അങ്ങനെയുള്ള ആളുകളാണ്. അവർക്കാണ് മെമ്മറി ലോസ് വന്നേക്കണം. അവരെയാണ് നമ്മൾ വീട്ടിൽ പോയി അവരെടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് അവരെ നോക്കി ജിയോജിത്താണ് ഞങ്ങൾക്ക് അത് ഫണ്ട് തന്നേക്കണം. 14 ലക്ഷം. ഇപ്പോൾ 3 വർഷത്തിലോട്ട് പിന്നിടുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് പോകും. മുഖ്യമന്ത്രി ആണ് അതിന്റെ ഉദ്ഘാടനം ഓൺലൈനിൽ ചെയ്തത്. കുസാറ്റിൽ വെച്ചിട്ടാണ് അതിന്റെ ഉദ്ഘാടനം ചെയ്തത്. അത് ഇവിടെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു കേട്ടോ. എനിക്കൊരു കെട്ടിടം ഉണ്ടായിരുന്നു, ഞാനത് ഇവിടെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് നടത്തണമെന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ പരിസരവാസികൾക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഡിമെൻഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ചിന്തിക്കുന്നത് മാനസികമായ ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള ചിന്തയിൽ അവർ പറഞ്ഞാൽ അത് പറ്റില്ല. കൗൺസിലർ കുറച്ച് ഭാഗം പണി തീർന്നതായിരുന്നു. 28-ലല്ല 74 PG ആന്റണിന്റെ സ്വയംപ്രഭ പ്രിയ അത് പിന്നെ സാധാരണ ഒരു പകൽ വീട് പോലെയാണ് തുടങ്ങിയത്. അപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ഒരു സർക്കാരിന്റെ കൂടെ സഹായത്തോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ അതിൻ്റെതായ പേപ്പർ വർക്കുകളൊക്കെ കാട്ടി. അപ്പൊ അവിടെ ഒരു ജോലിക്ക് ഒരാളുണ്ട്, പിന്നെ മറ്റുള്ള എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് അതിനുള്ള പകുതി കാശ് സർക്കാർ നൽകും. അപ്പൊ സീനിയർ സിറ്റിസൺ ആയ ആളുകൾക്ക് അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും സ്പെൻഡ് ചെയ്യുക. അതിന് പ്രത്യേക ഫണ്ടും ഉണ്ടാകും. സ്വയംപ്രഭ സീനിയർ സിറ്റിസൺസ് കുറച്ചും കൂടി ലൈവായത് ഷിബലാൽ എന്ന് പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഞാൻ തന്നെ ഒരു സീനിയർ സിറ്റിസൺ അടുത്തായി തന്നെയാണ്. എനിക്ക് അവരോടാണ് കൂടുതൽ ചങ്ങാത്തം. എനിക്ക് യൂത്തിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ യൂത്തിന്റെ നമുക്ക് തിരുത്താൻ ചില സീനിയർ സിറ്റിസൺ അവരെ നമ്മളെ വഴി കാണുമ്പോഴാണ്. പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ്. എനിക്ക് അവരോടാണ് കൂടുതൽ അടുപ്പവും വാത്സല്യവും ഉള്ളത്. അപ്പൊ അവരും കൂടുതൽ ലൈവാണല്ലോ. കപ്പൽ യാത്ര ഞങ്ങള് ഫ്ലൈറ്റിൽ കൊണ്ടുപോയില്ല. വിസ്മുദിന്റെ ഡിവിഷനിൽ നിന്ന് ഞങ്ങളവരെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി. അതൊക്കെ ഒരു സന്തോഷമാണ്. അവരുടെ വയോജന ആഘോഷങ്ങൾ നടത്തുക, അതൊക്കെ നല്ലത്. പിന്നെ അഗതി മന്ദിരങ്ങളുടെ വിവാഹങ്ങൾ, ഇപ്പൊ ചമ്പക്കര മഹിളാ മന്ദിരത്തില് വിവാഹം കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത 24-ന് ഒരു വിവാഹം കൂടെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര നമ്മുടെ ലൈഫിൽ ഒരു ആർക്ക് നടത്താൻ പറ്റുമോ? അപ്പൊ അതൊക്കെ നമ്മളൊരു ജനപ്രതിനിധി ആയതുകൊണ്ടാണ് നമുക്ക് അതെല്ലാം ചെയ്യാൻ. ഗുഡ് ഹോപ്പിന്റെ എങ്ങനെയാണ് അവിടെ? അവിടുത്തെ ഒരു ആത്മമിത്രമാണല്ലോ അവിടെ. ഇതുപോലെ തന്നെ ആരും ഉപേക്ഷിച്ച ആളുകൾ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ ഏറ്റവും സങ്കടം വരുന്നത് അവരുടെ മരണം വരുമ്പോൾ അവർക്ക് ജാതിയില്ല മതമില്ല. അത് വരുമ്പോൾ നമ്മൾ പിന്നെ ശ്മശാനത്തിൽ കൊണ്ടുവന്ന് അടക്കണത് അത് നോക്കുന്ന സിസ്റ്റേഴ്സ് വളരെ ഭംഗിയായിട്ട് അത് നോക്കിക്കൊണ്ട് പോകേണ്ടത്. എല്ലാവരും ഇപ്പൊ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സഹായവും സഹകരണങ്ങളും അവർക്കുണ്ട്. നഗരസഭയുടെ ഒരു ഫണ്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ സെറ്റിൽമെന്റ്, ഞാനത് പറയാമോ, സെറ്റിൽമെന്റ് അവിടെ ഇത് തന്നെയാണ്. തേവര മഹിളാ മന്ദിരം, ചമ്പക്കരയില് തേവര വൃദ്ധസദനം, അങ്ങനെ അവർക്ക് ഒരു ആശ്വാസമാണ് ഷിബലാൽ ചെല്ലുമ്പോൾ. എനിക്ക് സത്യത്തില് അങ്ങനെ വലിയ കസരയിട്ട് ഇരിക്കുന്ന ഒരു പരിപാടിയല്ല. അടുക്കളയിൽ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ അടുക്കളയിലോട്ട് പോകുന്ന ഒരു പ്രകൃതമാണ്. എനിക്കൊരു സുഖമില്ലാതിരുന്നിട്ട് പോലും ഒരു പ്രവർത്തനം നിർത്താത്ത ഒരു കൗൺസിലറായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിഷേധിക്കില്ല ഞാൻ. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ എന്റെ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് 5-ാമത്തെ മാസത്തിലാണ് ഞാൻ ഇറങ്ങിയത്. പലരും എന്റെ ഇത് എഴുതി തള്ളിയതാ. കാരണം ഇനിയൊരു പിന്നെ ജനപ്രതിനിധിയായിട്ടും പോവില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ദൈവാനുഗ്രഹിച്ച് കോവിഡ് വന്നതുകൊണ്ട് ഇലക്ഷൻ നീട്ടി. അപ്പൊ എന്റെ ആ വിശ്രമം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ വീണ്ടും മത്സരിച്ചു. അതൊക്കെ ഒരു നിമിത്തമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉപകരണമാക്കണതാണ്. നമ്മൾക്ക് എല്ലാം ചെയ്യാൻ, നമ്മൾ ഒരാളെ ഉപകരണമാക്കുമ്പോൾ നമ്മളത് ചെയ്യാൻ സാധിക്കുന്നു.
ഈ പറഞ്ഞ പോലെ സേവനം ചെയ്യാനുള്ള മനസ്സാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതെ അല്ലെ? അപ്പൊ ആൾക്കാർ പറയുന്ന വിമർശനങ്ങൾ പറയുമ്പോ ഈ ഏത് നേരവും മത്സര രംഗത്ത് അല്ലെങ്കിൽ അധികാരം എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു സേവനം ചെയ്യാനുള്ളൊരു മനസ്ഥിതിയാണ് കൂടുതൽ ഷീബാലാലിനെ ഈ ഒരു രംഗത്ത് പിടിച്ചു നിർത്തുന്നത്. അതെ അതെ, ഞാൻ ചെയർമാനായി കഴിഞ്ഞപ്പോൾ എന്റെ പാർട്ടിക്കാരും അല്ലാതെയുള്ള എന്നെ അറിയുന്ന ആളുകളും എനിക്ക് തന്ന ആദ്യത്തെ ഉപദേശം എന്താണെന്നറിയാവോ? കാരണം കഴിഞ്ഞ 5 കൊല്ലം ഞാൻ കൗൺസിലർ ആയിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു ചെയർ തന്നിട്ട് ആ ചെയറിൽ ഇരുന്നിട്ട് വേണം കാര്യങ്ങൾ നടത്താനെന്ന്. അവരുടെ ധാരണ എന്താ, ചെയറിൽ ഇരുന്നിട്ട് നേരാണ്, അങ്ങനെയാണ്. ചെയറിൽ ഇരുന്നിട്ട് ഫോൺ ചെയ്ത് വിളിക്കുക, വരുത്തുക, ചെയ്യുക. അവരെയും കൂട്ടി HSന്റെ അടുത്ത് പോകും. അവരെ സെക്രട്ടറിനെ കാണുന്ന പറയുമ്പോൾ ഞാൻ അവരെയും കൂടി സെക്രട്ടറി അടുത്ത് പോകും. മേയറെ കാണുന്ന പറയുമ്പോൾ അവരെയും കൂടി ഞാൻ മേയറെ അടുത്ത്. അതാണല്ലോ നമ്മളവിടെ ഉള്ളത് കൊണ്ടാണല്ലോ എല്ലാ സ്ഥലങ്ങളും കയറാൻ പറ്റണോണ്ടാണല്ലോ അവര് നമ്മളെ കാണാൻ പറ്റുന്നത്. അല്ലാണ്ട് ചെയറിൽ ഇരുന്നോണ്ട് ഭരിക്കാനാണെങ്കിൽ ആർക്കും പറ്റും? അല്ല, അതായത് ഇന്ന് വരെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. പേപ്പർ കൊണ്ടുവന്ന് തന്ന് അല്ലെങ്കിൽ ഇതിലേക്ക് പറഞ്ഞപ്പോ ഷീബാലാൽ അങ്ങനെ പറയുമ്പോ ഒരുപാട് പേർക്ക് മാതൃകയാണ്. അതായത് ഇങ്ങനെ ആയിരിക്കണം. സത്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാ. ഞാൻ എന്റെ വലിപ്പം പറയണല്ല, പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. എന്റെ ടീച്ചർ ചിരിക്കണം, അങ്ങനെ തന്നെയാണ്. കാരണം ടീച്ചർ അങ്ങോട്ട് വരാന്ന് പറയും, LMC ഒപ്പിടണം മാഡം, ഇങ്ങോട്ട് വരുമോ? ഞാൻ വരട്ടെ സാറേ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, വേണ്ട ടീച്ചർ, ഞാൻ അങ്ങോട്ട് പോണ വഴിക്ക് അവിടെ വന്നിട്ട് ഞാൻ ഒപ്പിട്ട് തരാം. കാരണം ഇവരുടെ LMC പലപ്പോഴും കൂടുമ്പോൾ എനിക്ക് കൂടാൻ പറ്റാറില്ല രാവിലേക്ക്. ഒരമ്മമാര് വന്ന നമ്മള് ചെയർമാൻ ഇപ്പൊ നമ്മളെല്ലാം കൃത്യമായിട്ടുണ്ട്. അപ്പോഴും നമ്മൾ പറയുന്നത് എന്താ, ഞാൻ വന്നോളെ പോണ വഴിക്ക് ഞാൻ കയറിക്കോളാം. കാരണം കുടുംബശ്രീ ഇത്തിരി വെല്ലുവിളിയായിരുന്നു എനിക്ക്. കുടുംബശ്രീ എന്തോ ഇത്തിരി വെല്ലുവിളിയായിരുന്നു എനിക്ക്. അല്ലല്ലോ, ഒരിക്കലും. കുടുംബശ്രീ പോലും എനിക്ക് അറിയാത്ത സമയത്താണ് ഞാൻ കുടുംബശ്രീയിൽ കഴിഞ്ഞ 5 കൊല്ലം ആയപ്പോഴും എനിക്ക് കുടുംബശ്രീയുടെ യാതൊരു ബന്ധമില്ല. പക്ഷെ കുടുംബശ്രീ എനിക്ക് ഇത്തിരി വെല്ലുവിളിയായിരുന്നു. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമുക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരം തരുമ്പോഴും അവരെ പഠിപ്പിക്കുന്ന വേറെ രീതിയാണ്. അവരെ പഠിപ്പിക്കുമ്പോ ഇപ്പൊ ഞങ്ങൾ കിലയിൽ പോകുമ്പോ ഞങ്ങളാണ് ഏറ്റവും വലിയ ആൾക്കാർ. IAS കിട്ടിയ വന്ന സെക്രട്ടറി അതിനേക്കാളും വലിയ ആളുകളാണ് ഞങ്ങള്. പ്രോട്ടോകോളിൽ അങ്ങനെയാണ് ജനപ്രതിനിധി. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു സ്വയമേ നമുക്ക് മനസ്സിലുണ്ടല്ലോ, അദ്ദേഹം IAS കിട്ടിയ കളക്ടർ ആണെന്നും IAS കിട്ടിയ സെക്രട്ടറി ആണെന്നും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. നമ്മൾ 5 വർഷം കഴിയുമ്പോൾ ഈ കുപ്പായം മാറ്റുന്ന ആളുകൾ. അതുപോലെയാണ് ADSനെ അവര് ട്രെയിൻ ചെയ്ത് വെച്ചേക്കണം. ആ ട്രെയിനിങ്ങിൽ അവര് വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോഴേക്കും അവർക്ക് കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ഷീബാലാൽ ആണെങ്കിലും പറഞ്ഞത് കേൾക്കാനായിട്ടുള്ളൊരു, പിന്നെ എനിക്കിങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അപ്പൊ അവിടെ ശത്രുക്കൾ കൂടുതലാണ്. നന്നായിട്ടുണ്ടായിരുന്നു. കാരണം അത് എന്തോ തെരഞ്ഞെടുപ്പിന് ശേഷം ADSന്റെ പുതിയ ചെയർപേഴ്സൺ വന്നപ്പോഴും ഒക്കെ അവരുടേതായ കാര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് രണ്ടുപേരും തമ്മിൽ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സിംഗ് പക്ഷെ എന്നാ അതേസമയം എന്റെ ഡിവിഷനിൽ എനിക്ക് ഓപ്പോസിറ്റ് നിന്ന സ്ഥാനാർത്ഥിയാണ് എന്റെ ചെയർപേഴ്സൺ. 26-ൽ എനിക്കെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ ആളാണ് എന്റെ ചെയർപേഴ്സൺ. 27-ൽ ഞാൻ മത്സരിച്ചപ്പോഴും എനിക്കെതിരെ വന്ന ആളായിരുന്നു എന്റെ ചെയർപേഴ്സൺ. അവരുടെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അപ്പൊ അങ്ങനെ മനസ്സിലാക്കണേ, നമ്മൾ അവരുമായിട്ടുള്ള ആ ഒരു സിങ്ക് വളരെ നല്ല എന്റെ ഡിവിഷനിലെ ADS ആയിട്ടൊന്നും ഒരു കുഴപ്പമില്ല, വളരെ നന്നായി. കുടുംബശ്രീന്റെ അവിടെ ഇരിക്കുന്നവർക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. ഇപ്പൊ ഇത് പറയുമ്പോ പറയാം, പശ്ചിമകൊച്ചിയിലെ എല്ലാ ADSകളെക്കാളും നന്നായിട്ട് എന്റെ ADS ചെയർപേഴ്സൺ റിക്കി സെബാസ്റ്റ്യനാണ്. ഒരു ബാങ്കിന്റെ ലോണിന്റെ ഫോൺ വിളി വരാറില്ല, ലിങ്കേജ് മറ്റേ ലോണിന്റെ മറ്റുള്ള തൃപ്തിയുമായിട്ട് തല്ലുപിടുത്തം ഉണ്ടാകാറില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് 74 അയൽക്കൂട്ടങ്ങളുണ്ട്. ഭംഗിയായിട്ട് പോകും. ഒരു ബാങ്കിന്റെ ഒരാൾ കൗൺസിലർ സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാ മാസവും മീറ്റിംഗ് വെക്കാറുണ്ട്. ആദ്യമേ നമ്മൾ എക്സിക്യൂട്ടീവ്, പിന്നെ ചെയർപേഴ്സണും എക്സിക്യൂട്ടീവും കൂടെ അവിടെ പോയി CDSന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവരെന്നെ വിളിച്ച് ഞങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് കൂടിക്കഴിഞ്ഞ ശേഷം ADS വിളിക്കും. ഓരോ ADSകൾ ഓരോ ആഴ്ചകളിൽ ചായയും പലഹാരങ്ങളും കൊടുക്കും. അതൊക്കെ വളരെ ഭംഗിയായിട്ട് ADS ചെയർപേഴ്സൺ നടത്തിക്കും. കുടുംബം എങ്ങനെയാണ്? കുടുംബം എനിക്ക് 3 മക്കള്. ഹസ്ബൻഡ് വിദേശത്ത് വർക്ക് ചെയ്യുന്നു. മൂത്ത മകനും വൈഫും പുറത്ത് വർക്ക് ചെയ്യുന്നു. ഇളയ മോനും വൈഫാണ് എൻ്റെ കൂടെ ഉള്ളത്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പൊ 2 വർഷം ആകാൻ പോണം. മോളും ഭർത്താവും 2 പേരക്കുട്ടികളും. വളരെ സന്തോഷമായിട്ട് ദൈവം അനുഗ്രഹിച്ച് നടന്നു പോകും. അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ട്.
ഇപ്പൊ ഈ സുഖമില്ലാതൊക്കെ ഇരുന്ന സമയത്തൊക്കെ ഇനി പോകണ്ട. സുഖമില്ലാതിരുന്ന അത് ഹസ്ബൻഡ് ആണെങ്കിലും പറയാം എവിടെയെങ്കിലും ഒന്ന് വീണു അല്ലെങ്കിൽ വയ്യ എന്ന് പറയുമ്പോൾ അന്ന് അടങ്ങിയിരിക്കും, ഇനി ഒരു സ്ഥലത്തും പോകാൻ നിൽക്കണ്ട എന്ന്. പക്ഷെ അവർക്ക് ഇത് ചെയ്യണോട് ഇപ്പൊ ഇന്ന് വരെ ഞാൻ ഓർക്കും, എന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരോട് ഇവര് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആളുകൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന രേഖകൾ ഇവർ മേടിച്ചിട്ട് വെക്കുക, എല്ലാ ക്ഷമയോടുകൂടി വന്ന ആൾക്കാരുടെ വിശേഷങ്ങൾ, അതെന്റെ മോളുടെ കുട്ടി പേരക്കുട്ടി വരെ കാര്യങ്ങൾ അത് എന്റെ വീട്ടിൽ ആർക്കും എപ്പോ വേണമെങ്കിലും വരാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. വേദനിപ്പിച്ച സംഭവം എന്താണ്? വേദനിപ്പിച്ച സംഭവം ഞാൻ ആ വയോജന കിറ്റ്, അത് നിങ്ങൾക്കറിയാവുന്ന സംഭവം, വയോജന കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ നല്ലൊരു പ്രോജക്റ്റാണ്. മുതിർന്ന പൗരന്മാർക്കുള്ള നമ്മൾ കുറച്ച് പൈസ മാറ്റി വെച്ച് അതിന്റെ ലിസ്റ്റ് കളക്ട് ചെയ്ത് നമ്മൾ അത് 1, 2, 3 തവണയായിട്ട് അത് കൊടുത്തു കഴിഞ്ഞു. വളരെ പോഷകമുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് ചെയ്ത ആളെ നമുക്കറിയാം. പക്ഷെ അത് നമ്മളൊക്കെ നിരുത്സാഹപ്പെടുത്തി അതിനെതിരെ നമുക്കൊരു മോശം പേര്, അതായത് ഈ പോഷകാഹാര കിറ്റ് അവരുടെ ഒരു അവകാശമായിട്ട് നമ്മൾ കൊടുത്തില്ല, അതൊരു ഔദാര്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊടുക്കണമെന്നും അതിനകത്ത് വേറെ നമ്മൾക്ക് അതിനകത്തുള്ള സ്വാർത്ഥ ലാഭമുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ഇതാക്കിയിട്ട് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്നുള്ള. അതെ അത് നമ്മൾ കൊടുക്കാൻ പറഞ്ഞത് ഇതേപോലുള്ള അംഗൻവാടികളിൽ കൊണ്ടുവന്നാ കൊടുക്കാൻ പറഞ്ഞത്, വീടുകളിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞു, വീടുകളിൽ കൊടുക്കാൻ പറഞ്ഞില്ല, കൗൺസിലറിന്റെ ഓഫീസിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞില്ല. ഇത് നഗരസഭയുടെ അംഗൻവാടികളിൽ കൊണ്ടുവന്നിട്ട് അംഗൻവാടി ടീച്ചർ, ADS ആര് വന്നിട്ട് കൗൺസിലർ വന്നോളൂ. പക്ഷെ ഇത് ഒരാളെ സ്വകാര്യ സ്വത്തായിട്ട് കൗൺസിലറിന്റെ ഓഫീസിൽ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അതോടുകൂടി ആ പ്രോജക്റ്റ് നിന്ന് അതിനകത്ത് ആക്ഷേപം നമ്മള് മോശം പറഞ്ഞു. അത് ഇങ്ങനൊരു സംഭവം വരുമെന്ന് ഓർത്തില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇനി ആ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാനല്ലോ തിരിച്ചു കൊണ്ടുവരാം, അത് ഇനിയിപ്പോ ക്ഷേമകാര്യം എന്ന നിലയിൽ എനിക്ക് അത് കിട്ടാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷെ എല്ലാ കൗൺസിലേഴ്സിന്റെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. കാരണം അത് വേണം എന്നുള്ളത് അത് എപ്പോഴും അവരെടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണത്. കൗൺസിൽ സംസാരിക്കാറുണ്ട് പലരും പറയുന്നത്. ചിലപ്പോ നമുക്കത് നടത്താൻ സാധിക്കുമായിരിക്കും, എന്തെങ്കിലും ഒരു CSR വെച്ചോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. ഇത്രയും കാര്യം ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം പറയും. സന്തോഷം എനിക്ക് സമൃദ്ധിയൊക്കെ തന്നെയാണ് എനിക്ക് സന്തോഷം. പിന്നെ സന്തോഷമാണ്. പിന്നെ ബിനാഗതി മന്ദിരത്തിലെ കുട്ടികളുടെ വിവാഹം, അവളുടെ വിവാഹം കഴിഞ്ഞ് അവൾക്കൊരു കുട്ടിയായി, നമ്മൾ കല്യാണം നടത്തി കൊടുത്തതും കൂടെ അതിന്റെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ആ വീടും നമ്മളും ഒക്കെ ആയിട്ട് അവർ ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമ്മളെന്തോ പിന്നെയും നമ്മുടെ ഒരു അമ്മയായ ഒരു ഫീലാണ് നമുക്ക് ചെയ്യുന്നത്. ഇപ്പൊ 24-ാം തീയതി കല്യാണം, അമൃതയുടെ കല്യാണം. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ അംഗൻവാടി ടീച്ചർമാരുടെ ഇന്റർവ്യൂ നടത്തി അവരെ സ്ഥിരപ്പെടുത്തി കേട്ടൊക്കെ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാണ് എല്ലാ കാര്യങ്ങളും. ഒരു കൗൺസിലർ എന്നൊരു ഒഫീഷ്യൽ സ്ഥാനത്ത് ഇരിക്കുമ്പോഴും ഇമോഷണലി ഓരോ വ്യക്തിയെ, ഡിവിഷൻ നിവാസികളെ കാണാൻ ഒരു മനസ്സ് ഷിബാലാലിനുണ്ട്. അത് ഇനി അങ്ങോട്ട് ഇപ്പം പറഞ്ഞല്ലോ മത്സരരംഗത്ത് ഉണ്ടാവും, ഇനി ഒരു കൗൺസിലറായിട്ട് തിരിച്ച് വരണം. ഇതുപോലെ വീണ്ടും ഒരുപാട് പേർക്ക്, ഇനി വേറെ ഡിവിഷനാണോ എന്ന് എനിക്കറിയില്ല, ആണെങ്കിൽ തന്നെ ആ ഡിവിഷനിലും ഇതുപോലെ പ്രകാശം പരത്തുന്ന ഒരു സമൃദ്ധിയമ്മയായിട്ട് എനിക്ക് ആശംസിക്കുന്നു.